രണ്ടിടങ്ങളിലുണ്ടായ തീപിടുത്തത്തിൽ 3 മരണം. പഹാഡ്ഗഞ്ചിലെ ഗോഡൌണിലും റിത്താല മെട്രോ സ്റ്റേഷന് സമീപം ബംഗാൾ ബസ്തി ചേരിയിലുമാണ് തീപിടുത്തമുണ്ടായത്. ഫയർ യൂണിറ്റുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ശരത് ലാലാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശരത്, എന്തായാലും ദുഃഖകരമായ സംഭവം, 3 പേരുടെ ജീവൻ നഷ്ടമായി എന്നുള്ളത്. നിലവിൽ തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവിടെ നിന്നുമുള്ള വിവരങ്ങൾ. അതെ, തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാണ്. ഇന്ന് പുലർച്ചെയോടുകൂടി 4:15 റിത്താലയിലെ ബംഗാളി ബസ്തിയിൽ ചേരി പ്രദേശത്ത് തീ പടർന്നത്. ആ തീപിടുത്തത്തിലാണ് ഒരു കുട്ടിയടക്കം ഒരു പെൺകുട്ടി ഇവിടെ മൃതദേഹം കണ്ടെത്തിയത്. മറ്റൊന്ന് സംഭവം ഉണ്ടായത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പഹാഡ്ഗഞ്ചിലെ ഒരു ഗോഡൌണിലുണ്ടായ തീപിടുത്തമാണ്. ആ ഗോഡൌണിൽ തീപിടിക്കുകയും പ്ലാസ്റ്റിക് വസ്തുക്കളടക്കമുള്ള സാധനങ്ങൾ സൂക്ഷിച്ച ഗോഡൌണായിരുന്നു. വൻ തീപിടുത്തമായിരുന്നു. തുറന്ന് നിയന്ത്രണ വിധേയമായപ്പോഴാണ് കത്തിക്കരിഞ്ഞ 2 മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഏതായാലും വളരെ വലിയ തീപിടുത്തമാണ് 2 സ്ഥലത്തും ഡൽഹിയിൽ ഇന്ന് പുലർച്ചെ നടന്നത്. 50ഓളം ഫയർ എഞ്ചിനുകൾ പണിപ്പെട്ടാണ് 2 സ്ഥലത്തെയും തീപിടുത്തം തീ നിയന്ത്രണ വിധേയമാക്കിയത്. റിത്താല മെട്രോ സ്റ്റേഷനുള്ള ചേരിയിൽ ഇത് 6 മാസത്തിൽ 2ാമത്തെ തീപിടുത്തമാണ്. കഴിഞ്ഞ തവണ അവിടെ ഉണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചിരുന്നു. ഇന്നും ഒരു പെൺകുട്ടി ഈ അപകട തീപിടുത്തത്തിൽപ്പെട്ട മരണമടഞ്ഞിട്ടുണ്ട്. ഈ ചേരിയിലുള്ള ഗ്യാസ് LPG സിലിണ്ടറിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ നിഗമനം. ഏതായാലും ഇവിടെയുള്ള ചേരിയിലെ മുഴുവൻ കുടിലുകളും കത്തി നശിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിലായപ്പോൾ ഡൽഹി പോലീസ് പറയുന്നത്. ഏതായാലും ഇവിടത്തേക്കുള്ള കുടിൽ നശിച്ചും അല്ലെങ്കിൽ കിട്ടിയ സാധനങ്ങൾ പുറത്തെത്തിയ ജനങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ അല്ലെങ്കിൽ വിവിധ സന്നദ്ധ സംഘടനകളും ഡൽഹി സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ വകുപ്പും ചെയ്യുമെന്നും ഡൽഹി സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും വൻ തീപിടുത്തമാണ് റിത്താല റെയിൽവേ സ്റ്റേഷന് സമീപം നടന്നത് എന്നാണ് ഡൽഹി ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. 3 മരണമാണ് ഈ 2 സംഭവങ്ങളുമായി 2 തീപിടുത്തവുമായി ഡൽഹിയിൽ ഇന്ന് പുലർച്ചെ നടന്നത്. ശരി ശരത്.